നീ ആരാ കാത്തുക്കുന്നു? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിലൊന്നുമില്ലല്ലോ. വേണ്ടതിലധികം ഇതിലുണ്ട്. പട്ടാമ്പി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ രണ്ടാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പട്ടാമ്പി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയുള്ള പ്രചരണമാണ് ചൊവ്വാഴ്ച രാവിലെ നടന്നത്. പട്ടാമ്പി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ രണ്ടാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ച പട്ടാമ്പി ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങിയുള്ള വോട്ടഭ്യർത്ഥനയുമായിരുന്നു സ്ഥാനാർത്ഥി സജീവമായത്. രാവിലെ മുതൽ തന്നെ പട്ടാമ്പി ടൗണിലെ മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥനയുമായി എത്തി. UDF നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നിയോജകമണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പര്യടനം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. രണ്ടാം ഘട്ട പര്യടനത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. വലിയ പിന്തുണയാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി TP ഷാജി പ്രതികരിച്ചു. ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനം പട്ടാമ്പി ടൗണിലെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ നേരിൽ കാണുന്നതിനാണ്. ഞങ്ങളിത് കാലത്ത് ആരംഭിച്ചതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ഉന്നമനത്തിനും പുരോഗമനത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവർക്ക് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓരോ ദിവസം കഴിയുന്നതോറും വലിയ ആത്മവിശ്വാസവും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് എതിരായി വലിയ ഒരു ജനവികാരം ആളിക്കത്തുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ പ്രചരണം കൂടുതൽ ഊർജിതമാകും. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും മണ്ഡലത്തിലേക്ക് പ്രചരണത്തിനായി എത്തുന്നുണ്ട്. ഇത് പ്രവർത്തകരെ കൂടുതൽ ആവേശം പകരുമെന്നും സ്ഥാനാർത്ഥി TP ഷാജി സൂചിപ്പിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിരവധി നേതാക്കൾ പട്ടാമ്പിയിലേക്ക് എത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്ക് ഐക്യജനാധിപത്യ മുന്നണി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ആദ്യ റൗണ്ട് പര്യടനം പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ടാം റൗണ്ട് പര്യടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.